അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചവ്വരി കൊണ്ടുള്ള ഒരു ഫ്രൂട്ട്സ് കസ്റ്റാർഡ് ആണ്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് 1 ലിറ്റർ പാല്, ഇതിലേക്ക് 100 ഗ്രാം ചവ്വരി തിളപ്പിച്ച് 10 മിനിറ്റ് തിളപ്പിച്ചെടുത്തതാണ്. ഇത് ചെറിയ ചവ്വരിയാണ്, വലിയ ചവ്വരിയാണെങ്കിൽ കുറച്ചുകൂടി സമയമൊക്കെ തിളപ്പിക്കുക. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ, 1 മാങ്ങ, 1 ഉറുമാമ്പഴം, 1 പഴം, 1/4 കപ്പ് ഷുഗറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ കാഷ്യൂനട്ട് ഇത് ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ എടുത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്. അപ്പോൾ ഇനി ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി പാലൊന്ന് ചൂടായിട്ട് വരണം. ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് നല്ല തിളക്കുന്നതിൻ്റെ മുന്നേ തന്നെ കസ്റ്റാർഡ് പൗഡറിലേക്ക് കുറച്ചെടുത്തിട്ട് കസ്റ്റാർഡ് നമുക്ക് കലക്കി വെക്കാം. നമ്മുടെ മിൽക്ക് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി കസ്റ്റാർഡിലേക്ക് കുറച്ചെടുത്തിട്ട് കസ്റ്റാർഡിൽ കലക്കി വെക്കാം. ഇത് തീരെ കട്ടയില്ലാതെ തന്നെ കലക്കി വെക്കുക. ഇത് നമുക്ക് പാലിലേക്ക് ചേർക്കാനുള്ളതാണ്. നമുക്ക് വേണമെങ്കിൽ വെള്ളത്തിൽ വേണമെങ്കിലും ചെറിയ ചൂടുള്ള വെള്ളത്തിൽ വേണമെങ്കിലും കലക്കിയിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്യാം. ഷുഗർ ആഡ് ചെയ്തതിനു ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പാൽ നന്നായിട്ട് കലക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കാം. കസ്റ്റാർഡ് ഒഴിച്ചതിന് ശേഷം നമ്മൾ കൈ വിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇത് കുറച്ച് കുറുകണ വരെ നന്നായിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം, കൈ എടുക്കരുത്. അപ്പോൾ ഇതൊക്കെ വരെയല്ലേ, അപ്പോൾ ഇതിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ വിഭവം തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ കസ്റ്റാർഡ് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിക്കാണ് വരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇതിൻ്റെ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറണ വരെ നമ്മൾ ഇളക്കിയിട്ട് തന്നെ ഇരിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ മതി കേട്ടോ, വേണമെങ്കിൽ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുക്കുക. ഓൾറെഡി ഇതിൽ കസ്റ്റാർഡിൽ വാനിലയുടെ ഫ്ലേവർ ഉണ്ടല്ലോ, അതുകൊണ്ട് നിർബന്ധമൊന്നുമില്ല. പിന്നെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണല്ലോ വാനിലയുടെ ഫ്ലേവറൊക്കെ, അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ചേർത്ത് കൊടുത്തത്. ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചവ്വരിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചവ്വരി ചേർത്തിട്ട് ഇപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ ഇത് തിള അങ്ങനെ വന്ന് തുടങ്ങി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചവ്വരി കസ്റ്റാർഡ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം
ഫ്രൂട്ട്സ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. ഫ്രൂട്ട്സ് 3 ഫ്രൂട്ട്സ് തന്നെ വേണമെന്നൊന്നുമില്ല, എത്ര വേണമെങ്കിലും എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്യുക. ഇനിയിപ്പോൾ 2 1 എത്ര ആണെങ്കിലും കുഴപ്പമില്ല. ചവ്വരിയൊക്കെ ഉള്ളതുകൊണ്ട് അതൊരു കുറവായിട്ടൊന്നും തോന്നില്ല കേട്ടോ. ഇനിയൊക്കെ റൂമിക്കൊക്കെ ക്ഷമ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലേക്ക് കാഷ്നട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് തീർത്തും ഓപ്ഷനിലാണ് കേട്ടോ, അത് നിർബന്ധമില്ലാത്ത കാര്യമാണ്. ഞാൻ റൂമിക്ക് വിനേക്കൊക്കെ ഇഷ്ടമാണ്, അതുകൊണ്ട് ആഡ് ചെയ്തതാണ്. ഇനി ഇതൊരു കപ്പിലേക്ക് സെർവ് ചെയ്യാം. കുറച്ച് കാഷ്നട്ട് ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. കുട്ടികൾ നല്ല ഹാപ്പിയായി. കസ്റ്റാർഡ് ശരിക്കും ഒന്ന് തണുക്കാൻ പോലും സമ്മതിച്ചില്ല.